മനസ്സിലാക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടിയാണ് നമ്മളത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് മറ്റുള്ളവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധം പിടിച്ചിട്ടുമില്ല. നമ്മുടേതായിട്ടുള്ള ഒരു ലോകത്തിൽ പോകുന്നു. പക്ഷെ അത് ട്രാക്ക് ശരിയാണെന്ന് മനസ്സിലാക്കുന്നത് ഈ ബുദ്ധന്റെയും ഹിന്ദുവിന്റെയൊക്കെ റീഡിങ്ങിൽ കൂടി അതാണ് അതിൻ്റെ ഒരു ശരിയാവുന്നത്. അത് കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്യാൻ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊന്നും ഒരു പ്രശ്നമോ ഒന്നും അല്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണല്ലോ തക്കലസ്വാമിയുടെ അടുത്ത് എത്തുകയും അദ്ദേഹം ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഇത് ശരിക്കും നമ്മൾ പിന്നീടുള്ള സ്റ്റഡിയിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു റിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ വിളിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. അവരുടെ സാന്നിധ്യമാണ് അതിന്റെ ഒരു സാധനം. പറയേണ്ട ആവശ്യമില്ല. സൂര്യൻ വന്നിട്ട് ഞാൻ എന്താ പ്രകാശം തരുമ്പോൾ പറയേണ്ട ആവശ്യമില്ല. ആ സാന്നിധ്യം അവിടെ ആകർഷിച്ചിട്ട് ആണ്. ഒരു നമ്മുടെ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണം നിരീക്ഷണം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കണക്ട്. അപ്പം ആ നയനദീക്ഷ പോലത്തെ സംഭവത്തിൽ കൂടി നമുക്ക് ഫീൽ ചെയ്ത് എന്താ വെച്ചാൽ ഇപ്പൊ ഒരാൾ ഉറങ്ങുന്ന സമയത്ത് നല്ലതായിട്ട് സ്വപ്നം കണ്ട് അവൻ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അതില് സംഭവ ബഹുലമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ആ സ്വപ്നത്തിൽ കാണുന്നത്. സിംഹം വരുന്നു, ഓടുന്നു, ഇതൊക്കെ ഭയങ്കര ആകാം. അപ്പം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓടുന്നു, ആ ഓട്ടത്തിന് സ്പീഡ് കിട്ടുന്നില്ല, ഇത് വളരെ അടുത്ത് വരുന്നു, ഇപ്പോഴത്തെ കാണുന്നത്. അതിന്റെ ഒരു എക്സ്ട്രീം നമ്മൾ കണ്ണു തുറന്നില്ല. എന്നാൽ പിന്നെ അവിടെ സിംഹവുമില്ല, കുഴപ്പമില്ല, ഓടുന്നതിനില്ല. ഈ പറയുന്ന ഒരു സാധനം ഇല്ലല്ലോ. കണ്ണുറങ്ങുമ്പോൾ എന്താണ് എന്റെ വീട്, എന്റെ റൂം, എന്റെ ഇത്, എന്റെ ലൈഫ് കാര്യങ്ങളിലോട്ട് വരെയല്ലേ, റിയലിസ്റ്റിക് ആവേല്ലേ. അപ്പൊ പിന്നെ മറ്റതിനൊന്നും ഒരു പ്രസക്തി ഇല്ല. അപ്പൊ അതേപോലത്തെ ഒരു സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ ഒരു ടേണിങ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം മറ്റത് ഇന്റേതായ ഒരു റിയാലിറ്റിയെ തേടുന്ന ഒരവസ്ഥയും ഈ ഒരു ലോകവും അതിൽ ഞാനൊരു സ്ട്രഗിൾ ചെയ്തു അല്ലെങ്കിൽ നിൽക്കുവാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം മറ്റു അറിയില്ലെന്നുള്ള ഒരു ബോധ്യവും ഉണ്ടല്ലോ. ഈ പൊട്ടത്തോടെ മറ്റു തന്നെ ഇത് അങ്ങ്. അപ്പൊ പിന്നെ എന്താണ് പിന്നെ ഇനി അതങ്ങ് പ്രവർത്തിക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് മനസ്സിലാക്കിയത്. ഇത് പറയുക എന്നുള്ളൊരു അവസ്ഥയാണ്. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മള് കണ്ടുവന്ന ഗുരുക്കന്മാരും ഇപ്പം വളരെ ലിമിറ്റ് ചെയ്ത് സംസാരിക്കുന്നു. രമണ മഹർഷിയൊക്കെ സംസാരിക്കുന്നു. അതും ലൈഫില് പല ഘട്ടത്തിൽ 7 വർഷവും പിന്നെ 5 വർഷവും 10 വർഷവും ഒക്കെ മൗനത്തിൽ പോയ ആളുമാണ്. ഓഷോ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ആളാണ് ഓഷോ. അതും അദ്ദേഹവും ഇതേപോലെ എത്രയോ ആള് പൂർണ്ണമായിട്ട് മൗനം 5 വർഷം 6 വർഷമൊക്കെ മൗനത്തിൽ പോയിട്ടുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. എന്നാൽ സംസാരിക്കുന്നത് സോളിനെയും പറ്റിയും ബോധത്തെ പറ്റി മാത്രമേ സംസാരിക്കൂ. അല്ലാതെ തന്നെ അവർ മൗനമായിട്ടിരിക്കും. അത് പല സത്സംഗത്തിലും പറഞ്ഞ ഒരവസ്ഥയാണ്. ഈ രമണ മഹർഷി കാണാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ അപ്പൊ ഇദ്ദേഹം സംസാരിക്കാറില്ല. സംസാരിച്ചാലും മറ്റുള്ളവർക്ക് മനസ്സിലാവത്തില്ല. സോളിനെ പറ്റിയിട്ട് മാത്രമേ അദ്ദേഹം സംസാരിക്കൂ. അദ്ദേഹത്തിന്റെ ബോധത്തിൽ അത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം സംസാരിച്ചു എങ്കിലും അദ്ദേഹത്തിനെ കാണാൻ ഒത്തിരി ആൾക്കാർ അവിടെ വരാറ്. അങ്ങനെ പിന്നെ തമിഴ്നാട് ആന്ധ്ര ആ ഭാഗത്താണല്ലോ ഇത് വരുന്നത്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറെ ആൾക്കാർ ഇദ്ദേഹത്തെ കാണാൻ വരുത്തുന്നു. അപ്പം തമിഴ്നാടിന്റെ പ്രത്യേകത എന്താണ്? ഭക്തി കൂടുതലാണ്. ഇദ്ദേഹത്തിന് ഭക്തിയല്ലല്ലോ, ജ്ഞാനിയല്ലേ, ജ്ഞാനത്തിന്റെ ഭാഷ. പക്ഷെ ഇവർ പല തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ ആ തിരുവണ്ണാമല പല ക്ഷേത്രത്തിൽ കയറുന്നതിനിടയ്ക്ക് ഇദ്ദേഹത്തിനെ വന്ന് കണ്ടിട്ടൊന്ന് പോകും. കണക്ട് ചെയ്യേണ്ട അവർ മാത്രമേ കണക്ട് ആവൂ. അപ്പൊ അങ്ങനെ എനിക്ക് ഒരു വ്യക്തി അവിടെ അദ്ദേഹത്തിനെ കാണാൻ വരുന്ന സമയത്ത് ഓഫീസില് ഭയങ്കര ബഹളം. ആശ്രമത്തിന്റെ ഓഫീസില് അത് അവിടെ എന്താണ് ഈ മാനേജ്മെന്റിന്റെ കുറെ ഇഷ്യൂസുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വന്ന ആള് ചിന്തിക്കുകയാണ്, നമ്മൾ വരുന്നത് ശാന്തി തേടി വരുന്നത് വഴക്കാണ്.
അപ്പൊ ഇദ്ദേഹം ഇത് ചിന്തിച്ചിട്ട് നേരെ രമണ മഹർഷിയുടെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. എന്നിട്ടപ്പൊ മഹർഷി ശാന്തമായി ഇതൊന്നും അദ്ദേഹത്തിന് അത് പിന്നീട് ഇദ്ദേഹത്തിന്റെ ഉള്ളില് ഇവിടെ വന്നപ്പോഴും ബഹളമാണല്ലോ. ഈ ഒരു ചിന്തയില് ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇതാണ് കടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇയാള് അതിനെ മാറ്റുകയോ ശാന്തമായിട്ടിരിക്കുകയോ എന്നുള്ള ഓപ്ഷൻസ് അവിടെ ഉള്ളപ്പോൾ തന്നെ ഈ സാധനം മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇദ്ദേഹത്തിന് ഇതൊന്ന് പറയണം, ആരോഗ്യത്തിൽ പറയണം. ഇപ്പൊ വേറെ ആൾക്കാർക്ക് പറയുന്നതിനെക്കാട്ടി രമണ മഹർഷി പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നത്. സ്വാമി, ഞാൻ ഇവിടെ വന്നത് ഇവിടെ പക്ഷെ ഇവിടെ വന്നപ്പോഴെന്താണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം കൊണ്ട് കാണും. ഇദ്ദേഹം ഓൺ ദ സ്പോട്ടിൽ അദ്ദേഹം ഒരു വിഗ്രഹം അത് കാണാൻ വന്നവൻ അത് കാണും, ഇത് കാണാൻ ഇത് മറ്റേത് രണ്ടുപേരും ഏത് ചൂസ് നമ്മൾ എടുക്കേണ്ടത് ഏത് നമുക്ക് ഒരു ബോധ്യം ഉണ്ടായാൽ മതി. ഇവിടെ എല്ലാം കാണും, നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി. അല്ലാതെ അതിനെ പോയി അത് ക്ലിയർ ആകുമ്പോഴും എല്ലാം ക്ലിയർ ആയെന്ന് ചിന്തിക്കുന്നതാണ് തെറ്റ്. ചൂസ് ചെയ്താണ് അതിന് വേറെ വിഷയം. അപ്പൊ അവര് അങ്ങനെയാണ്, അവര് സത്യത്തെ മനസ്സിലാക്കിയിരിക്കുന്നവരാണ്. അവർക്ക് ഇത് എന്റെ സ്ഥാപനമാണെന്നോ അവിടെ പ്രശ്നമുണ്ടെന്നോ അങ്ങനത്തെ മമല ബന്ധങ്ങളൊന്നും അവർക്കില്ല. ാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴാണ് ഇദ്ദേഹത്തിന് അയ്യോ ഞാൻ പറഞ്ഞത് മണ്ടത്തരമായി എന്നുള്ളത്. ഇപ്പോഴാണ് ഈ ആർട്ട് ഓഫ് സൈലൻസ് എന്താണെന്ന് ഇല്ല എന്നുള്ളത് അദ്ദേഹത്തെ മനസ്സിലായത്. ഇവിടെ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ഇപ്പൊ ഒരു നാച്ചുറലി വരുന്നതാണ്. അപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സങ്കല്പങ്ങളെല്ലാം സൈലൻസ് സൈലൻസ്. അപ്പൊ പൊതുവെ നമ്മൾക്ക് കിട്ടുന്ന കഴിവ് എന്ന് പറയുന്നത് ആരോഗ്യം സംസാരിക്കുന്നത്.